മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. തെളിമ പദ്ധതിയുടെ ഭാഗമായി റേഷൻ കടകളിൽ സ്ഥാപിച്ച പരാതി പെട്ടിയിലൂടെ ഏറ്റവും അധികം പരാതി ലഭിച്ചത് ഒറ്റപ്പാലത്ത്. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തെളിമ പദ്ധതി പ്രകാരം ജില്ലയിൽ കൂടുതലായി ലഭിച്ചത് തെറ്റുതിരുത്താനുള്ള പരാതികൾ. ജില്ലയിലെ റേഷൻ കടകളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടികളിൽ നിന്ന് ഒരു മാസം ലഭിച്ച 1024 പരാതികളിൽ 611 പരാതികളും പേരുൾപ്പെടെയുള്ളവ തിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് താലൂക്ക് അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം താലൂക്കിലാണ്. 266 പരാതികളാണ് ലഭിച്ചത്. എന്നാൽ പദ്ധതി പൊതുജനങ്ങൾ കാര്യമായി ഉപയോഗിച്ചില്ലെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. പാലക്കാട് 935 റേഷൻ കടകളാണുള്ളത്. ഇത്രയും കടകളിൽ നിന്നാണ് 1024 പരാതികൾ ലഭിച്ചത്. പല റേഷൻ കടകളിലെ പരാതിപ്പെട്ടികളും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. നവംബർ 15 മുതൽ ഡിസംബർ 15 വരെയാണ് പരാതിപ്പെടാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയത്. മുൻഗണനാ വിഭാഗത്തിന് അർഹരായിട്ടും പൊതുവിഭാഗത്തിൽ തുടരുന്നവരുടെ നിരവധി പരാതികളും പെട്ടികളിലുണ്ട്. 392 പേരാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. ഇവരുടെ പരാതികളിൽ സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തും. വരുമാനവും ആസ്തിയും ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാകും പരിഗണിക്കുക. തുടർന്ന് മുൻഗണനാ വിഭാഗത്തിലെ അനർഹരെ കണ്ടെത്തി അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയ ശേഷം വരുന്ന ഒഴിവുകളിലേക്കാണ് പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുക. മുൻഗണനാ വിഭാഗത്തിൽ ചിലർ അനർഹരായി ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് കാണിച്ച് 16 പരാതികളും വിവിധ റേഷൻ കടകളിലെത്തി. ഈ പരാതികളിലും അന്വേഷണം നടക്കും. അനർഹരാണെന്ന് കണ്ടെത്തിയാൽ ഇതുവരെ കൈപ്പറ്റിയ റേഷൻ സാധനങ്ങളുടെ വിപണി വിലയും പിഴയും ഈടാക്കിയ ശേഷം പൊതുവിഭാഗത്തിലേക്ക് മാറ്റുമെന്നും അധികൃതർ അറിയിച്ചു. വികസന നിറവിൽ ഷൊർണൂർ നിയോജക മണ്ഡലം. അടയ്ക്കാപുത്തൂർ കല്ലുവടി റോഡ്, GHSS, ചെർപ്പുളശ്ശേരി ഷൊർണൂർ ഗണേശഗിരി സ്കൂൾ കെട്ടിടങ്ങൾ, ചെർപ്പുളശ്ശേരി ടൗൺ നവീകരണം എന്നിവയും പശ്ചാത്തല സൗകര്യങ്ങളും ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ മെച്ചപ്പെട്ടു. 16.128 കോടി കിഫ്ബി ഫണ്ടിൽ അടയ്ക്കാപുത്തൂർ കല്ലുവടി റോഡ് പ്രവൃത്തി പൂർത്തിയായി. ഷൊർണൂർ മണ്ഡലത്തിലെ വെള്ളിനേരി പഞ്ചായത്തിനെയും ഒറ്റപ്പാലം മണ്ഡലത്തിലെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. BMNBC നിലവാരത്തിലാണ് റോഡ് പൂർത്തീകരിച്ചത്. 2017-18 സംസ്ഥാന ബജറ്റിൽ 4.5 കോടിയിൽ ചളവറ ചേറമറ്റക്കാവ് റോഡ് പൂർത്തിയായി. 25 ലക്ഷം രൂപ ചെലവിൽ ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളി അർബൻ ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. വിദ്യാഭ്യാസ മേഖലയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. 5 കോടി കിഫ്ബി ഫണ്ടിൽ ചെർപ്പുളശ്ശേരി GHSS സ്കൂൾ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. 1 കോടി ഫണ്ടിൽ ഷൊർണൂർ ഗണേശഗിരി സ്കൂൾ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പുരോഗമിക്കുന്നത് നിരവധി പദ്ധതികളാണ്. 207.8 കോടിയിൽ ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി ചെർപ്പുളശ്ശേരി നഗരസഭയിലെയും അനങ്ങനടി, ചളവറ, തൃക്കടീരി പഞ്ചായത്തുകളിലെയും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായാണ് ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കുടിവെള്ള പദ്ധതിക്കായി ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 187.81 കോടി രൂപയ്ക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അനങ്ങനടി, ചളവറ, തൃക്കടീരി പഞ്ചായത്തുകളും ചെർപ്പുളശ്ശേരി നഗരസഭയും സംയുക്തമായി പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ടാപ്പുകൾ വഴി ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം. ജൽജീവൻ പദ്ധതിക്ക് പുറമെ ചെർപ്പുളശ്ശേരി നഗരസഭ കുടിവെള്ള പദ്ധതിക്കായി സ്റ്റേറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപയും അമൃത് 2ാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി 10 കോടി രൂപയും വകയിരുത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 39.6 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെർപ്പുളശ്ശേരി ടൗൺ നവീകരണം, ഇതിൽ 28.17 കോടിയുടെ സിവിൽ വർക്കുകൾ ചെർപ്പുളശ്ശേരി സർക്കാർ ആശുപത്രി മുതൽ ഒറ്റപ്പാലം ജംഗ്ഷൻ വരെ 780 മീറ്റർ റോഡും BMNBC ചെയ്ത് 4 വരി പാതയാക്കും. നടപ്പാത, ഓവർബ്രിഡ്ജ്, അഴുക്കുചാൽ, വഴിവിളക്കുകൾ സ്ഥാപിക്കും. നെല്ലായ സിറ്റി മുതൽ കച്ചേരിക്കുന്ന് വരെയുള്ള 4 കിലോമീറ്റർ ടൗൺ ഭാഗം ഉൾപ്പെടുത്താതെ വീതി കൂട്ടും. പോക്സോ കോടതി ജനസൗഹാർദ്ദമാകണമെന്ന് ബാലാവകാശ കമ്മീഷൻ. പോക്സോ കോടതികൾ ശിശു സൗഹൃദമാക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം TC ജലജ മോൾ. ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ, ലൈബ്രറികൾ തുടങ്ങിയവ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർക്ക് TC ജലജ നിർദ്ദേശം നൽകി. ജില്ലയിലെ കർത്തവ്യവാഹകരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു TC ജലജ. വിദ്യാഭ്യാസ നിയമം 2009, പോക്സോ ബാലനീതി നിയമങ്ങൾ മുതലായവ നിയമങ്ങളുടെ ക്രിയാത്മകവും കൃത്യവുമായ നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിലേക്കും
നിലവിലെ പരിമിതികൾ മനസ്സിലാക്കുന്നതിനുമാണ് യോഗം സംഘടിപ്പിച്ചത്. പോക്സോ കോടതികളിൽ കൂടുതൽ കേസുകൾ ഒത്തുതീർന്നു പോകുന്നത് വളരെ ഗൗരവകരമായാണ് കാണുന്നതെന്നും ഇത് ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിതമായും സമയബന്ധിതമായും ഇടപെടലുകൾ നടത്തുന്നത് ഉചിതമായിരിക്കും കമ്മീഷൻ അംഗം കൂട്ടിച്ചേർത്തു. പോക്സോ അതിജീവിതരായ കുട്ടികൾക്ക് സപ്പോർട്ട് പേഴ്സന്റെ സേവനം ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അവർ പറഞ്ഞു. വിദ്യാലയങ്ങൾ ശിശു സൗഹൃദമാവണമെന്നും വിദ്യാലയങ്ങൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ സൗകര്യങ്ങൾ പൂർണ്ണമായും വിനിയോഗിക്കണമെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന കർത്തവ്യവാഹകരുടെ യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി മിഥുൻ റോയ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ വി മോഹനൻ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടിജു റെച്ചൽ, ജില്ലാ ശിശു വികസന ഓഫീസർ ശുഭ, വിവിധ വകുപ്പ് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നിരടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. ഷൊർണൂരിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭയിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ പാലത്തിന് സമീപം 5.26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭാരതപ്പുഴയോട് ചേർന്ന് 1400 സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം ഒരുക്കിയത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ P സിന്ധു, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ FG മുകുന്ദൻ, V ഫാത്തിമത്ത് ഫർസാന, K കൃഷ്ണകുമാർ, P ജിഷ, KM ലക്ഷ്മണൻ, CPIM ലോക്കൽ സെക്രട്ടറി ND വിൻഷാദ്, വിജയപ്രകാശ് ശങ്കർ, KC സോമൻ, താഹിർ, സുദേശ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സൗഹൃദവും കൂട്ടായ്മയും സൃഷ്ടിക്കുക കലാമത്സരങ്ങളുടെ ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ്. സൗഹാർദ്ദവും കൂട്ടായ്മയും സൃഷ്ടിക്കുക എന്നതാണ് കലാകായിക മത്സരങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. പെരിങ്ങോട് ഹൈസ്കൂളിൽ നടന്ന സബ് ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സരത്തിന് പ്രാധാന്യം കൂടിയതോടെ കലോത്സവങ്ങൾ തർക്കോത്സവങ്ങളായി മാറുന്ന സ്ഥിതി അനാരോഗ്യ പ്രവണതയാണ്. ഇത് ഉണ്ടാവരുത്. കുട്ടികളിൽ ഐക്യബോധവും കലാ ആസ്വാദന ശേഷിയും ഉണ്ടാക്കാനുള്ള വേദികളാണ് കലോത്സവങ്ങൾ. കലാ സാംസ്കാരിക സാമൂഹിക മുന്നേറ്റങ്ങളുടെ കാര്യത്തിൽ തൃത്താലയ്ക്ക് അവഗണിക്കാൻ കഴിയാത്ത ഇടമാണുള്ളത്. ഒരു ഗ്രാമത്തിൽ 2 ജ്ഞാനപീഠ പുരസ്കാരം എത്തിയ പ്രദേശമാണ് തൃത്താല. എഴുത്തുകാരൻ MT വാസുദേവൻ നായരെയും കവി അക്കിത്തത്തെയും പരാമർശിച്ചായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. നിരവധി ചരിത്ര വ്യക്തികൾക്ക് ജന്മം നൽകിയ തൃത്താല അതിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാവണം കലോത്സവത്തെ സ്വീകരിക്കേണ്ടത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന അധ്യക്ഷയായി. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. DYFI കൊണ്ടാഴി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമ്മേളനം നടന്നു. പോരാട്ടം 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 പ്രതിഷേധ പോരാട്ടം പ്രതിഷേധ പോരാട്ടം
ഡിവൈഎഫ്ഐ കൊണ്ടാഴി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേൽപ്പടി സെന്ററിൽ മണിപ്പൂർ കലാപത്തിനെതിരെ പന്തം കൊളുത്തി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സൗത്ത് മേഖലാ സെക്രട്ടറി അജീഷ് സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം സഖാവ് വിപിൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി സൗത്ത് LC അംഗം സഖാവ് ശ്യാം അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. ഡിവൈഎഫ്ഐ നോർത്ത് മേഖലാ സെക്രട്ടറി സജിത്ത് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സൗത്ത് മേഖലാ ട്രഷറർ നന്ദി പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിൽ ആരോഗ്യ പരിശോധന നടന്നു. ഒറ്റപ്പാലം നഗരസഭയിൽ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്ക് ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. 65 വയസ്സ് കഴിഞ്ഞ ആളുകളെ കണ്ടെത്തി അവരെ ഉപകരണങ്ങൾ നൽകുക എന്ന പദ്ധതി നിർവഹിക്കുന്നതിന് വേണ്ടി അവർ പരിശോധിച്ച് എന്താണോ ഉപകരണം ആവശ്യമെന്ന് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ക്യാമ്പാണ്. എന്നിട്ട് ഈ ക്യാമ്പിൽ പങ്കെടുത്തവർ അവർ പരിശോധിച്ച് അവർക്ക് ആവശ്യമുള്ള ഉപകരണം വാങ്ങിച്ചു കൊടുക്കുന്നതിന് ആ പദ്ധതി നമ്മളിവിടെ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കും എന്ന് മാത്രം പറയുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ, കൗൺസിലർമാരായ രഞ്ജിത്ത്, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. 65 വയസ്സ് പിന്നിട്ട വയോജനങ്ങൾക്കായാണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആരോഗ്യ പരിശോധനാ ക്യാമ്പിലെ പരിശോധനയിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകുന്നതാണ് പദ്ധതി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. തച്ചനാട്ടുകരയിൽ കാരണവർ കൂട്ടം പരിപാടി സംഘടിപ്പിച്ചു. വയോജനങ്ങൾക്കായി കാരണവർ കൂട്ടം സംഗമം സംഘടിപ്പിച്ച് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമത്തിൽ വയോജനങ്ങൾക്കായി നിയമബോധവൽക്കരണം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഷാബിറയും മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസനും ക്ലാസ് എടുത്തു. വയോജനങ്ങളുടെ കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. 250ഓളം വയോജനങ്ങൾ പങ്കെടുത്തു. നാട്ടുകൾ പകൽ വീട്ടിൽ സംഘടിപ്പിച്ച പരിപാടി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന മുരളി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ KP ബുഷറ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ CP സുബൈർ, P മൻസൂർ അലി, പഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ്, P രാധാകൃഷ്ണൻ, PT സഫിയ, MC രമണി, CP ജയ, PM ബിന്ദു കൊണ്ടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിതകുമാരി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PN സിമി, ആരോഗ്യ പ്രവർത്തകരായ P പ്രിയൻ, ഹസീന, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ സഭ സംഘടിപ്പിച്ചു. തൊഴിൽ സൃഷ്ടിക്കുക എന്ന ബൃഹത് ലക്ഷ്യത്തിനായി അന്തർദേശീയവും ദേശീയവും പ്രാദേശികവുമായ തൊഴിൽ സാധ്യതകളെ ഉപയോഗിക്കുന്ന തരത്തിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ തൊഴിൽ ആസൂത്രണം നടത്തുന്നതിനുള്ള സൂക്ഷ്മതല ജനകീയ സംവിധാനമാണ് തൊഴിൽ സഭ. തൊഴിൽ തേടുന്നവർ, സ്വയം തൊഴിൽ സംരംഭകർ, തൊഴിൽ തായക സംരംഭകർ, സംരംഭക പുനരുജ്ജീവനം ആവശ്യമുള്ളവർ, സംരംഭകത്വ മികവ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, നൈപുണ്യ വികസനം ആവശ്യമുള്ളവർ എന്നിവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് തൊഴിൽ സഭകൾ ആരംഭിക്കുന്നത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്
ഗ്രാമപഞ്ചായത്തിൽ 3 വാർഡുകളെ കേന്ദ്രീകരിച്ച് 5 തൊഴിൽ സഭകളാണ് സംഘടിപ്പിച്ചത്. സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നതിനോടൊപ്പം ഏതെങ്കിലും സംരംഭം ആരംഭിക്കുക എന്ന വിഷയത്തിൽ കൃത്യതയും അതിനോടൊപ്പം തന്നെ ബാങ്ക് ലോൺ ലിങ്ക് ചെയ്യാനായി സാധിക്കാത്ത സാഹചര്യവും സ്ഥിര വികസനത്തിന്റെ ഭാഗമായി സർക്കാർ നിയമിക്കുന്ന ഇന്റേണിന്റെ സേവനം ലഭിക്കാത്ത അവസ്ഥയും പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ പറഞ്ഞു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽ സഭകൾ സംഘടിപ്പിച്ചു. അത് 3 വാർഡുകളെ കേന്ദ്രീകരിച്ച് 5 തൊഴിൽ സഭയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചത്. ഒട്ടേറെ തൊഴിൽ ആഗ്രഹിച്ച് എത്തിയ യുവാക്കൾ, അഭ്യസ്തവിദ്യരായ യുവാക്കൾ അവിടെ എത്തിയിരുന്നു. തൊഴിൽ ലഭിക്കും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ ചിലർ സംരംഭം തുടങ്ങാനാണ് വരിക, ചിലർക്ക് ഗവൺമെൻറ് ജോലി, PSC കോച്ചിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്, ചിലർ സംരംഭം തുടങ്ങിയിട്ട് അത് പരാജയപ്പെട്ടവരുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളാണ്, അഭ്യസ്തവിദ്യരായ ആളുകളാണ് ഇവിടെ എത്തിയിരുന്നത്. അപ്പോൾ അവരെ വേർതിരിച്ചു. ആ വേർതിരിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ഇനി അതിനനുസരിച്ചുള്ള പദ്ധതികൾ നമ്മൾ ഈ വർഷത്തെ പദ്ധതി ആസൂത്രണ സന്ദർഭത്തിൽ രൂപം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വയം തൊഴിൽ കണ്ടെത്തുക, ഏതെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു കൃത്യതയും അതുപോലെ തന്നെ ബാങ്ക് ലോണ് ലിങ്ക് ചെയ്യാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. ഇപ്പോൾ കൊണ്ടാഴി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റേണിനെ തന്നിരുന്നു. ഇത്തരം സംരംഭങ്ങളെക്കുറിച്ചും മറ്റും ആലോചിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടേക്ക് തന്നിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആ വേക്കൻസി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 2 പ്രാവശ്യം ആളുകൾ ഇവിടുന്ന് പോയി. അപ്പോൾ ഒരു സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ആളുകൾ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടെങ്കിലാണ് ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും. നമ്മൾ അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്താണ്. തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ പഞ്ചായത്തിൽ ഉണ്ടാവണം, മറ്റു ദിവസങ്ങളിൽ ഫീൽഡിൽ പോകണമെന്നത്. തിങ്കളും ബുധനും ഇവിടെ ഉണ്ടായിരുന്നു. ഒട്ടേറെ തൊഴിലന്വേഷകരും അതുപോലെ തന്നെ സംരംഭാന്വേഷകരും ഒക്കെ തന്നെ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ലാത്ത സാഹചര്യമാണ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ തസ്തിക ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പദ്ധതി രൂപം കൊടുക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. പദ്ധതി ആസൂത്രണ ഘട്ടങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ വ്യവസായ വകുപ്പിന് സാധിക്കണമെന്നും ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കി തൊഴിൽദായകർക്ക് കൃത്യമായി ബാങ്ക് സേവനങ്ങൾ നൽകാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ വ്യവസായ വകുപ്പിന് സാധിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ബാങ്ക് പലപ്പോഴും ലോണ് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ലോണ് കൊടുക്കാനായിട്ട് തയ്യാറില്ല. പുതിയ പദ്ധതികൾ തുടങ്ങുകയാണെങ്കിൽ പോലും, സംരംഭം തുടങ്ങുകയാണെങ്കിൽ പോലും അതിൽ പറയുന്നത് അതിന് തൊഴിൽ പരിചയം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻ പരിചയം വെച്ചുകൊണ്ട് തുടങ്ങാനായിട്ട് സാധിക്കില്ല എന്നുള്ള അഭിപ്രായമാണ് തൊഴിലന്വേഷകർ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒട്ടേറെ നൂലാമാലകൾ ഇതിലുണ്ട്. ഇതിനൊക്കെ തന്നെ ഒരു കൃത്യത വേണം. വ്യവസായ വകുപ്പ് ഈ കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തിയിട്ട് നിർദ്ദേശങ്ങൾ തരാനായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ പദ്ധതി ആസൂത്രണ ഘട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ബാങ്കുകാർക്ക് നിർദ്ദേശം കൊടുക്കണം. അതിന് പലതരത്തിലുള്ള നൂലാമാലകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കിക്കൊണ്ട്, സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ സംരംഭകരെയും മറ്റും ഇതിൽ ആകർഷിക്കാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ ഇപ്പോൾ PG അതുപോലെ പ്രൊഫഷണൽ കോഴ്സ് ഇവർക്കൊക്കെ കഴിഞ്ഞവർക്ക് നാട്ടിൻപുറങ്ങളിൽ തന്നെ തൊഴിലവസരം ഉണ്ടാക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ തൊഴിൽ നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന തരത്തിലൊക്കെയുള്ള പുതിയ പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള പരിശീലനവും അതിന് വേണ്ട മറ്റേ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ ഇത് ചെയ്യൂ. പിന്നെ അത് മാത്രമല്ല, അതിൽ ഈ കോൺഫിഡൻസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാനായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ സംരംഭം തുടങ്ങേണ്ടുന്ന ആളുകൾക്ക് അതിന് അനുസൃതമായിട്ടുള്ള പരിശീലനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ തൊഴിൽ സഭ നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ വന്നു. ഇപ്പോൾ ഇന്റേൺ നിലവിലില്ല. അപ്പോൾ അവിടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുകയാണ്, പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അപ്പം ശരിക്കും കൃത്യമായിട്ട് ഇത് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാ മേഖലകളിലും അതിൻ്റേതായിട്ടുള്ള വ്യവസായ വകുപ്പായാലും ഇന്റേൺ ആയാലും മറ്റ് നിയമനങ്ങളായാലും ഒക്കെ തന്നെ കൃത്യമായിട്ടുണ്ടായിട്ട് തൊഴിൽ സംരംഭകർക്കും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിൽ സഭയിൽ പങ്കാളികളായവരെയും തുടർന്ന്
പരിശീലനങ്ങളും അതുപോലെ തന്നെ അത് കൊടുക്കാനായിട്ടും കഴിയണം. അപ്പോൾ കൊണ്ടാഴി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലന്വേഷകരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും LICയുടെയും 2 തൊഴിൽ മേളകൾ സംഘടിപ്പിക്കേണ്ടായി. കുറച്ച് ആളുകൾക്ക് അങ്ങനെ തൊഴിൽ കിട്ടി. പക്ഷേ പിന്നീട് അതിൻ്റെ തുടർച്ച ഫോളോ അപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പഞ്ചായത്തിൽ വരുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും മറ്റും ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുസൃതമായിട്ടുള്ള ഇപ്പം നമ്മളൊരു തൊഴിൽ കൊടുക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഘടനയോട് കൂടിയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും കൂടി നിലവിൽ വേണം എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ചരിത്രത്തിൽ ഇന്ന് പത്മരാജൻ ഓർമ്മദിനം. ഞാൻ ഗന്ധർവനായിരുന്നു പത്മരാജൻ സംവിധാനം ചെയ്ത അവസാനത്തെ സിനിമ. പേരിനെ അന്വർത്ഥമാക്കും വിധം സിനിമയിലെ ഗന്ധർവനെ പോലെ പെട്ടെന്നുള്ള മടക്കയാത്ര തന്നെയാണ് പത്മരാജന്റെ സിനിമാ ജീവിതത്തിലും സംഭവിച്ചത്. ഒരു ഗഗനചാരിയെ പോലെ. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുതുകുളത്ത് തുണ്ടത്തിൽ അനന്തപത്മനാഭ പിള്ളയുടെയും ഞവരക്കൽ ദേവകിയമ്മയുടെയും മകനായാണ് ജനനം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ച ലോല മിസ് ഫോർഡ് എന്ന കഥയാണ് പത്മരാജന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ രചന. പിന്നീട് വന്ന പത്മരാജന്റെ ചെറുകഥകളിൽ ആലപ്പുഴയും മുതുകുളവും ഞവരക്കൽ തറവാടുമൊക്കെ സാംസ്കാരികപരവും ഭൂമിശാസ്ത്രപരവുമായൊക്കെ നിറഞ്ഞു നിന്നെങ്കിലും ആദ്യത്തെ ചെറുകഥ നിലവിലെ സാഹിത്യ സങ്കല്പങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ പ്രണയകഥയായിരുന്നു. ആ കഥ എഴുതുന്നതിന് മുമ്പ് ഒരു തവണ പോലും വിദേശ രാജ്യം സഞ്ചരിക്കാതിരുന്ന പത്മരാജന്റെ ലോല എന്ന കഥയിൽ ലോല എന്ന ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയും ലാസ് വേഗാസും അവിടുത്തെ തണുപ്പുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. കഥാരചനയിലെ വൈഭവം തന്നെയാണ് പിന്നീട് പത്മരാജനെ നോവൽ രചനയിലേക്ക് ആകർഷിക്കുന്നത്. 1971 എഴുതിയ നക്ഷത്രങ്ങളെ കാവലെന്ന നോവൽ മലയാള നോവൽ സാഹിത്യത്തിലെ തന്നെ വേറിട്ട വഴി തുറന്നിടുകയും ആ വർഷത്തെ മികച്ച മലയാള നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പത്മരാജന് നേടിക്കൊടുക്കുകയും ചെയ്തു. 1975 പ്രയാണം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് പത്മരാജൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ ചെറുകഥകളും നോവലുകളുമെല്ലാം പത്മരാജൻ തിരക്കഥയ്ക്കായി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിലും ചെറുകഥയും തിരക്കഥയും തമ്മിലുള്ള വ്യതിരിക്തത പത്മരാജന്റെ തൂലികയിൽ ഭദ്രമായിരുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉദകപ്പോള എന്ന നോവൽ പിന്നീട് തൂവാനത്തുമ്പികൾ എന്ന സിനിമയായി പുനർജനിച്ചപ്പോൾ നോവലിലെ കഥാപാത്രങ്ങൾക്ക് സിനിമ എന്ന മാധ്യമത്തിലൂടെ മറ്റൊരു തലമാണ് പത്മരാജൻ നൽകിയത്. ക്ലാരയെയും ജയകൃഷ്ണനെയും മഴയുടെയും പ്രണയത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഇന്നുവരെ കണ്ടു ശീലിക്കാത്ത തലത്തിലാണ് സിനിമ എന്ന മാധ്യമത്തിലൂടെ പത്മരാജൻ പ്രേക്ഷകന്റെ മുന്നിലേക്ക് എത്തിച്ചത്. സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ പെരുവടി അമ്പലത്തിൽ തുടങ്ങി അവസാന ചിത്രമായ ഞാൻ ഗന്ധർവൻ വരെയുള്ള ചിത്രങ്ങൾ പരിശോധിക്കുന്നവർക്കറിയാം, ഒരു തവണ ആവർത്തിച്ച പ്രമേയം പത്മരാജൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഓരോ സിനിമയും ഒന്നിൽ നിന്നും വ്യത്യസ്ത പ്രമേയങ്ങളോടെ വേറിട്ട വഴി തിരഞ്ഞുകൊണ്ടേയിരുന്നു. പത്മരാജൻ കഥാപാത്രങ്ങൾ എല്ലായ്പ്പോഴും എന്തും വെട്ടിപ്പിടിക്കുന്നവരായിരുന്നില്ല. അവർ സവിശേഷമായ തൻ്റെ പെരുമാറ്റങ്ങൾ കൊണ്ട് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോഫിയയും തൂവാനത്തുമ്പികളിലെ ക്ലാരയും ഇന്നലെ സിനിമയിൽ ശോഭന അവതരിപ്പിച്ച കഥാപാത്രവുമെല്ലാം ഇപ്പോഴും പ്രേക്ഷകന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കഥ പറച്ചിലിലെ വൈവിധ്യത്തിലും കഥാപാത്ര സൃഷ്ടിയിലെ വേറിട്ട് നിൽക്കലിലും തിരക്കഥാരചനയിൽ പുലർത്തുന്ന വേഗതയിലും ചടുലതയിലും പത്മരാജനോളം മികച്ച എഴുത്തുകാരൻ മലയാളത്തിൽ വേറെയില്ല എന്ന അടയാളപ്പെടുത്തലുകൾ കൂടിയാകുന്നു ഓരോ പത്മരാജൻ ചിത്രങ്ങളും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.